സ്ഥലം എനിക്കിപ്പോ 2018 പിടിച്ച ഈ ഡിസ്ക് കംപ്ലൈന്റ് ആണ്. നടക്കാൻ തീരെ നടക്കാൻ പറ്റാണ്ട് ഇപ്പൊ 7 മാസമായി. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ കൊറേ ഡോക്ടർമാരൊക്കെ കാണിച്ചു. മെഡിക്കൽ കോളേജ് ഇല്ല, മെഡിക്കൽ കോളേജിൽ കൊറേ കാണിച്ചു. ഒരു കുറവില്ല. എന്നിട്ട് പിന്നെ വേറെ ഡോക്ടർ പറഞ്ഞു, അപ്പൊ ആ ഡോക്ടറെയും കാണിച്ചു, എന്നിട്ടും കുറവില്ല. എന്നിട്ട് പിന്നെ ദൈവത്തിന്റെ ഒരു പദ്ധതി ആയിരിക്കും വിചാരിക്കുന്നു. എന്റെ അനിയത്തി അത്ഭുത ജപമാല പദ്ധതിയാണ്. എന്റെ അനിയത്തി ഇങ്ങനെ ഒരു അത്ഭുത ജപമാല എൽറോഗെ എന്നുള്ളൊരു അത്ഭുത ജപമാല കണ്ടിട്ട് കഴിഞ്ഞിട്ട് അവള് കിട്ടിയ ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണത്. അവളോട് വിളിച്ചിട്ടാണ് അവള് ഈ കാര്യം പറഞ്ഞത്. അങ്ങനെ ഒഴിച്ചിലിന് ഞാൻ അങ്ങനെ വന്നു. ഒഴിഞ്ഞൊറ്റ ദിവസത്തെ ഒഴിച്ചിലുകൊണ്ട് ഞാൻ തീരെ നടക്കാൻ പറ്റാത്ത ഞാൻ നടന്നു. നിങ്ങൾക്ക് എത്ര വർഷമായി എന്ന് പറഞ്ഞ? 6 വർഷത്തോളായി. ഇപ്പൊ മുട്ടുതേമാനം, ഡിസ്ക് ബൾജ്, ഡിസ്ക് തള്ളല്. മുട്ടുമ്മ നിങ്ങള് മറ്റേ ഇത് കിട്ടുന്നുണ്ടായിരുന്ന കാലുമ്മ ഇടേണ്ടത് ഇപ്പൊ ഞാൻ ഇട്ടിട്ടില്ല. ഇടാണ്ട് നമുക്ക് വന്നത്. ഇപ്പൊ ഒരു ഉച്ചിരി കഴിയുമ്പോഴേക്ക് ഞാൻ ഇടേണ്ടി വന്നില്ല. ഇത്രയും വർഷമായിട്ട് നിങ്ങൾക്ക് അസുഖങ്ങൾ ഉണ്ടായിട്ട് ഒറ്റ ദിവസം കൊണ്ടാണ് ഇത്ര മാറ്റം സംഭവിച്ചത്. എന്താണ് സംഭവിച്ചത്? നടക്കാൻ പറ്റി തുടങ്ങി. അല്ലെങ്കിൽ പിന്നെ താറാവ് നടക്കണ പോലെ നടക്കുക. എന്ത് നടന്ന മാതിരി? താറാവ്. ഇപ്പൊ ഞാനത് കേട്ടപ്പോ എനിക്ക് ആകെ എന്താ പറയാ, ഭയങ്കര വിഷമായി. ഇന്നലെ വരുന്നേക്കാൾ അപ്പുറം നടത്തമായിരുന്നു എന്റെ നടത്തം. എന്നെ ചേട്ടൻ പിടിച്ചൊക്കെ നടന്നുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ നടക്കാൻ പറ്റാണ്ട് ഈ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞ പിന്നെ എനിക്ക് എനിക്കണെങ്കിലേ ഞാൻ ഇങ്ങനെ കുനിഞ്ഞ പോവാ. ആ കുനിഞ്ഞു പോകുമ്പോ പിടിക്കണോ, അങ്ങനെ കുനിഞ്ഞ പോവാറ്. അങ്ങനെ അതെന്റെ മക്കള് പേരിട്ടത് അങ്ങനെ. പിന്നെ ഇത്തിരി നടന്നു തുടങ്ങിയ പിന്നെ ശരിയായി. അങ്ങനെയായിരുന്നു. അതാണിപ്പോ ഇപ്പൊ 3 ദിവസം കൊണ്ട് കുഴപ്പമില്ലാണ്ട് ഞാൻ നടക്കുന്നത്. അല്ലാന്ന് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ഞാൻ ചെയ്തത്? നിങ്ങളെന്നെ എന്താണ് ഉഴിച്ചിലല്ല ചെയ്തത്? തിരുമ്പല്. അല്ല, ഉഴിച്ചില് വേറെ, ചവിട്ടി ഉഴിച്ചില് വേറെ. തിരുമ്പ് കഴിഞ്ഞിട്ട് ഞാൻ കഴുത്ത് പൊട്ടിച്ചു. പിന്നെ കഴുത്ത് പൊട്ടിച്ചു, പിന്നെ തണ്ടല് പൊട്ടിച്ചു, മുട്ട് പൊട്ടിച്ചു, വിരലുകള് പൊട്ടിച്ചു. അങ്ങനെ പൊട്ടിച്ചു. വിരലുകള് വലിച്ചു പൊട്ടിച്ചു. ഓക്കെ അല്ലേ? ഉറപ്പല്ലേ? അതെ. പിന്നെ കൈ പൊട്ടിച്ചു. കൈ വിരലുകൾ പൊട്ടിച്ചു. ഓർമ്മയില്ല. ഇവിടുന്ന് പോകുമ്പോ ആള് മനസ്സിൽ ലഡ് പൊട്ടിയോണ. എനിക്ക് ഓർമ്മ കുറവാ. എന്നിട്ട് ഇവിടെ നടത്തിച്ചു. അപ്പൊ നന്നായി നടന്നാലും എനിക്ക് ബസ്സിൽ കയറി ബൈക്കുമ്മ കയറാൻ ഭയങ്കര പാടാ കയറാനായിട്ട്. പക്ഷെ ബൈക്കുമ്മ ഞാൻ സുഖമായി കയറി. എന്നാലും എനിക്കൊരു ബസ്സിൽ അന്ന് പോകുമ്പോ കയറാൻ പറ്റുന്നുണ്ട്. കയറാൻ പറ്റും, ഇറങ്ങാൻ പറ്റില്ല, പറ്റുന്നുണ്ട്. പക്ഷെ എന്നാലും കൂടി എനിക്കൊരു പേടിയിലാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷെ എനിക്ക് ഇന്നലെ ഞാൻ ബസ്സിലൊക്കെ പോയപ്പോ നോക്കിയപ്പോ പണ്ടത്തെ പോലെ ഞാൻ ഇറങ്ങി തുടങ്ങി. അങ്ങനത്തെ നല്ലൊരു അനുഭവം. ഇന്നിപ്പോ ഇവിടെ രണ്ടാമത്തെ ഒഴിച്ചലിന് വന്നിരിക്കണേ. എത്ര ദിവസം കഴിഞ്ഞിട്ട്? മൂന്നാം പൊക്കം. 1.5 അന്ന് വന്നപ്പോ ആരെ കൂടെ വന്ന്? അന്ന് അനിയത്തിയുടെ കൂടെ വന്നു. ഇന്നിപ്പോ ആരെ കൂടെ വന്ന്? അനിയത്തിയുടെയും ഭർത്താവിന്റെ കൂടെ വന്നു. അനിയത്തിയും ഭർത്താവിന്റെ കൂടെ അനിയത്തിരിക്കുന്നോട്ടാ. ഇയാളാണ് കൊടുന്നത്, കർത്താവിന്റെ ഇയാളാണ് കൊടുന്നത്. മനസ്സിലായി. എന്നിട്ട് ഇപ്പൊ മുട്ടില് വല്ലതും വെച്ചിണ്ടാ? ഒന്നും വെച്ചിട്ടില്ല. ഒന്നുമില്ല. അന്ന് ഒഴിച്ചിട്ട് കഴിഞ്ഞ പിന്നെ കാലുമ ഒന്നും ഇട്ടിട്ടില്ല. എന്താ പറയാ, താറാവിന്റെ നടത്തം മാറി. അപ്പച്ചൻ എന്താണ് ഇതില് പറയാനുള്ളത്? ഭയങ്കര വിശ്വാസായി ഇല്ലേ? ഇത് ആരാണ് ഇത് ചെയ്തെന്ന്? ആര്? ദൈവം, കർത്താവ് യേശു. ഞാൻ ഇതിലൊരു നിയോഗം മാത്രം എനിക്കുള്ളൂ. ഞാൻ പറയാൻ പാടില്ല കേട്ടാ. നിയോഗം ഈ ബ്രദറ് ഒരു നിയോഗം മാത്രമല്ല, ഇത് കർത്താവാണ് ചെയ്യുന്നത്. ശരിയല്ലേ? സത്യം. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. എന്നോർക്കാണ് പറഞ്ഞത്. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി.